ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എക്സ്പ്രഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. എക്സാം എഴുതുന്ന കുട്ടികൾക്കാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഉപദേശത്തിൻ്റെ രൂപത്തിൽ സംസാരിക്കാറില്ലേ, ചില മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് പോലെ. ഇപ്പോൾ നമ്മൾ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ, നീ അവിടെ പോകണം, നീ അവളെ കാണണം എന്നൊക്കെ, അത് നമ്മൾ ഒരാളെ അഡ്വൈസ് ചെയ്യുന്നതാണ്. അതിന് നമുക്ക് മോഡൽ വെർബ് ഷുഡ് ഉപയോഗിക്കാം. യു ഷുഡ് ഗോ ദർ, നീ അവിടെ പോകണം. യു ഷുഡ് മീറ്റ് ഹർ, നീ അവളെ കാണണം എന്നൊക്കെ. അപ്പോൾ ഷുഡ് ഉപയോഗിക്കാം, അതൊരു മോഡൽ വെർബ് ആണ്. ഷുഡ് പോലെ തന്നെ വേറെ എക്സ്പ്രഷൻസും നമുക്ക് ഉപയോഗിക്കാം. അതിലൊന്നാണ് ഹാഡ് ബെറ്റർ. ഇപ്പോൾ യു ഹാഡ് ബെറ്റർ ഗോ എന്ന് പറഞ്ഞാൽ നീ അവിടെ പോകുന്നതാണ് നല്ലത്. നീ അവിടെ പോകണം എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു അഡ്വൈസാണത്. നീ അവിടെ പോകുന്നതാണ് നല്ലത്. യു ഷുഡ് ഗോ എന്ന് പറഞ്ഞാൽ നീ അവിടെ പോകണം. യു ഹാഡ് ബെറ്റർ ഗോ എന്ന് പറഞ്ഞാൽ നീ അവിടെ പോകുന്നതാണ് നല്ലത്. പോകുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ അതിനർത്ഥം പോയില്ലെങ്കിൽ അത് പ്രശ്നമാണ് എന്നല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് അത്. ഷുഡ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് അത് ഉപയോഗിക്കാം. യു ഹാഡ് ബെറ്റർ ഗോ എന്ന് പറഞ്ഞാൽ നീ അവിടെ പോകുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ മീറ്റ് ഹർ എന്ന് പറഞ്ഞാൽ നീ അവളെ കാണുന്നതാണ് നല്ലത്. ഷീ ഹാഡ് ബെറ്റർ കം ഹിയർ, ഷീ ഹാഡ് ബെറ്റർ കം ഹിയർ, അവൾ ഇവിടെ വരുന്നതാണ് നല്ലത്. ഷീ ഹാഡ് ബെറ്റർ അറ്റൻഡ് ദ മീറ്റിംഗ്, അവൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹാഡ് ബെറ്റർ എന്നുപയോഗിക്കുന്നത് നമ്മൾ പ്രസൻറ്റ് ടൈമിലെ കാര്യം പറയുമ്പോഴും അതുപോലെ ഫ്യൂച്ചർ ടൈമിലെ കാര്യം പറയുമ്പോഴും ആണ്, അല്ലാതെ കഴിഞ്ഞുപോയ കാര്യത്തെപ്പറ്റി അല്ല. ഹാഡ് ബെറ്റർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഹാഡ് എന്നത് പാസ്റ്റ് ടെൻസ് അല്ലേ, അപ്പോൾ അത് പാസ്റ്റ് ടെൻസിലെ കാര്യം ആകും എന്ന്. അല്ല, പാസ്റ്റ് ടെൻസിലെ കാര്യം അല്ല, ഫ്യൂച്ചറിലെയും അതുപോലെ പ്രസൻറ്റ് ടൈമിലെയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. യു ഹാഡ് ബെറ്റർ ഗോ ടുമാറോ എന്ന് പറഞ്ഞാൽ നാളെ നീ പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഫ്യൂച്ചർ ടൈമിലെ കാര്യത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലായല്ലോ. പിന്നെ വേറൊരു കാര്യം, യു ഹാഡ് ബെറ്റർ ഗോ, ഷീ ഹാഡ് ബെറ്റർ കം, ദേ ഹാഡ് ബെറ്റർ സീ എന്നൊക്കെ പറയുമ്പോൾ ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് ഒരു വേർബിൻ്റെ ബേസ് ഫോം ആണ്, V1 ഫോം ആണ്. വേർബിൻ്റെ ബേസ് ഫോം എന്താണ് എന്ന് പല ലെസൺസിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കാണുക സീ, കളിക്കുക പ്ലേ, ഓടുക റൺ എന്നൊക്കെ പറയുന്നതാണ് ഫസ്റ്റ് ഫോം. ഒരു വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ് ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ING ഫോം ചേർത്തിട്ടുള്ള ഫോമോ ED ചേർത്തിട്ടുള്ള ഫോമോ ഒന്നും അല്ല, ബേസ് ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഏത് സബ്ജക്റ്റിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഹാഡ് ബെറ്റർ ഉപയോഗിക്കാം. അവിടെ ഒരു ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. സിംഗുലർ എന്നോ പ്ലൂറൽ എന്നോ ഒരു വ്യത്യാസവും ഇല്ല. ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഐ ഹാഡ് ബെറ്റർ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നതാണ് നല്ലത്. ഐക്ക് പകരം നമുക്ക് യു, ഹി, ഷീ, ദേ, വി ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇത് സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്ക് ഐ ഹാഡ് ബെറ്റർ ഗോ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോസ്ട്രോഫി D ഇട്ട് കഴിഞ്ഞാൽ അതിന് ഐഡ് ബെറ്റർ ഗോ. ഐഡ് ബെറ്റർ ഗോ മീൻസ് ഐ ഹാഡ് ബെറ്റർ ഗോ. അതുപോലെ ഹി ആണ് സബ്ജക്റ്റെങ്കിൽ ഹി അപ്പോസ്ട്രോഫി D ഇട്ട് കഴിഞ്ഞാൽ ഹി ഹാഡ് എന്നാണ്. അതിന് നമ്മൾ പറയുന്ന ഹീഡ് ബെറ്റർ ഗോ. ഐ അപ്പോസ്ട്രോഫി ഇട്ട് D ഇട്ടാൽ ഐഡ്, വി അപ്പോസ്ട്രോഫി D ഇട്ടാൽ വീഡ്. അങ്ങനെ നമുക്ക് ഹി അപ്പോസ്ട്രോഫി D ഇട്ടാൽ ഹീഡ്, ദേ അപ്പോസ്ട്രോഫി D ഇട്ടാൽ ദേയ്ഡ്. അങ്ങനെ കൺട്രാക്ഷൻ ഫോംസ് നമുക്ക് ഉപയോഗിക്കാം. സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇപ്പോൾ ദേ ഹാഡ് ബെറ്റർ എന്ന് പറയേണ്ട കാര്യമില്ല. ദേഡ് ബെറ്റർ, യൂഡ് ബെറ്റർ, ഹീഡ് ബെറ്റർ അങ്ങനെ പറയേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഹെൽമെറ്റ് ധരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്.
യുഡ് ബെറ്റർ വെയർ എ ഹെൽമെറ്റ്. നേരത്തെ എഴുന്നേൽക്കുന്നതാണ് നിനക്ക് നല്ലത്. യുഡ് ബെറ്റർ ഗെറ്റ് അപ്പ് ഏർലി. ഞാൻ അവനോട് സംസാരിക്കുന്നതാണ് നല്ലത്. ഐഡ് ബെറ്റർ ടോക്ക് ടു ഹിം. സ്മോക്കിംഗ് ഉപേക്ഷിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. യുഡ് ബെറ്റർ ഗിവ് അപ്പ് സ്മോക്കിംഗ്. തിരക്കുള്ള റോഡിൽ കെയർഫുൾ ആയി ഡ്രൈവ് ചെയ്യുന്നതാണ് അവന് നല്ലത്. ഹീഡ് ബെറ്റർ ഡ്രൈവ് കെയർഫുള്ളി ഓൺ എ ബിസി റോഡ്. അവൾ ഇക്കാര്യത്തിൽ കുറച്ച് സീരിയസ് ആകുന്നതാണ് നല്ലത്. ഷീഡ് ബെറ്റർ ബി സീരിയസ് അബൌട്ട് ദിസ്. യു ഹാഡ് ബെറ്റർ ഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുന്നതാണ് നല്ലത്. ഇത് പോസിറ്റീവ് ഫോമിലുള്ള സെൻറ്റൻസ് ആണ്. ഇനി നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള ഫോംസും ആകാമല്ലോ. അതായത് നെഗറ്റീവ് ഫോംസ്. അവൾ ഇവിടെ വരാതിരിക്കുന്നതാണ് നല്ലത്. അവളെ ക്ഷണിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയൊക്കെ പറയില്ലേ? അപ്പോൾ നെഗറ്റീവ് ഫോംസും ആകാം. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? സാധാരണ നെഗറ്റീവ് ഫോം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ സെൻറ്റൻസിൽ ഒരു നോട്ട് ആഡ് ചെയ്യേ വേണ്ടൂ, അല്ലേ? ഇവിടെയും ഇത്തരം സെൻറ്റൻസുകളിലും നോട്ട് ആഡ് ചെയ്യാം. പക്ഷേ നോട്ട് ആഡ് ചെയ്യുന്നതിന് അതിൻ്റെ ഒരു പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാഡ് ബെറ്റർ ഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുന്നതാണ് നല്ലത്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം എന്താണ്? നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നല്ലേ? അപ്പോൾ യു ഹാഡ് ബെറ്റർ നോട്ട് ഗോ. ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ടാണ് നോട്ട് വയ്ക്കേണ്ടത്. യു ഹാഡ് ബെറ്റർ സീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നതാണ് നല്ലത് എന്നല്ലേ? യു ഹാഡ് ബെറ്റർ നോട്ട് സീ. നോട്ട് ബെറ്റർ കഴിഞ്ഞിട്ടാണ് നോട്ട് ഉപയോഗിക്കേണ്ടത്. ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് നോട്ട് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് വേർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കുക. ദേ ഹാഡ് ബെറ്റർ നോട്ട് കം ഹിയർ. അവർ ഇവിടെ വരാതിരിക്കുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ നോട്ട് ഇൻവൈറ്റ് ഹെർ. നിങ്ങൾ അവളെ ക്ഷണിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒരുപാട് സ്വീറ്റ്സ് കഴിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല. യുഡ് ബെറ്റർ നോട്ട് ഈറ്റ് എ ലോട്ട് ഓഫ് സ്വീറ്റ്സ്. അവളോട് സത്യം പറയാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. യുഡ് ബെറ്റർ നോട്ട് ടെൽ ഹെർ ദ ട്രൂത്ത്. അവനെ വഴക്ക് പറയാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. യുഡ് ബെറ്റർ നോട്ട് സ്കോൾഡ് ഹിം. അപ്പോൾ നെഗറ്റീവ് ഫോംസും ആയി. ഇനി ഇൻറ്ററോഗേറ്റീവ് ഫോംസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് നമുക്ക് ഹാഡ് ബെറ്റർ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കാം. ഐ ഹാഡ് ബെറ്റർ ഗോ ദർ. ഞാൻ അവിടെ പോകുന്നതാണ് നല്ലത്. പോസിറ്റീവ് ഫോമായി. ഇനി അതിനൊരു ക്വസ്റ്റ്യൻ ഫോം ഉണ്ടാക്കണമെങ്കിൽ ഹാഡ് ഐ ബെറ്റർ ഗോ. ഞാൻ അവിടെ പോകുന്നതാണോ നല്ലത് എന്നായി. ഹാഡ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വെച്ചു. ഹാഡ് ഐ ബെറ്റർ ഗോ ദർ. ക്വസ്റ്റ്യൻസ് തന്നെ രണ്ട് തരത്തിലാകാം. നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്. ഞാൻ അവിടെ പോകുന്നതല്ലേ നല്ലത്. ഹാഡിൻറ്റ് ഐ ബെറ്റർ ഗോ ദർ. ഹാഡിൻറ്റ് ഐ ബെറ്റർ ഗോ ദർ. ഇനി ഷീ ഹാഡ് ബെറ്റർ കം ഹിയർ. അവൾ ഇവിടെ വരുന്നതാണ് നല്ലത്. പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഫോം എങ്ങനെയാണ്? അവൾ ഇവിടെ വരുന്നതാണോ നല്ലത് എന്ന്. അപ്പോൾ ഹാഡ് ഷീ ബെറ്റർ കം ഹിയർ. അവൾ ഇവിടെ വരുന്നതല്ലേ നല്ലത് എന്നാണെങ്കിലോ ഹാഡിൻറ്റ് ഷീ ബെറ്റർ കം ഹിയർ. മനസ്സിലായില്ലേ? ഇൻറ്ററോഗേറ്റീവ് ഫോംസും ഹാഡ് ബെറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കുണ്ടാക്കാം. ഇപ്പോൾ ഇന്ന് പഠിച്ച ഹാഡ് ബെറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അത് എന്തൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്നൊക്കെ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത് സ്ട്രോങ് ആയി ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ കൊടുക്കുമ്പോഴാണ്. ചിലപ്പോൾ അത് ഒരു താക്കീതിൻ്റെ രൂപത്തിൽ, ഒരു വാണിങ്ങിൻ്റെ രൂപത്തിൽ ഒക്കെ ആകാം. ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് ടെൻസിലെയും ഫ്യൂച്ചർ ടെൻസിലെയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ്.
ഇനി അതിൻ്റെ സ്ട്രക്ചർ നോക്കൂ. പോസിറ്റീവ് സെൻറ്റൻസസ് ആണെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാഡ് ബെറ്റർ ഉപയോഗിക്കുക, അത് കഴിഞ്ഞ് വെർബിൻ്റെ ബേസ് ഫോം. നെഗറ്റീവ് സെൻറ്റൻസസ് ആണെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാഡ് ബെറ്റർ, അത് കഴിഞ്ഞ് നോട്ട്, അത് കഴിഞ്ഞാൽ വെർബിൻ്റെ ബേസ് ഫോം. ക്വസ്റ്റ്യൻ ഫോം ആണെങ്കിൽ 2 തരത്തിൽ ആകാം. പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബെറ്റർ പ്ലസ് V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോം. ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ ഹാഡിൻറ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബെറ്റർ പ്ലസ് V1 ഫോം. ഇനി ഒരു ക്വസ്റ്റ്യന് ആൻസർ എഴുതണം കേട്ടോ. കമൻറ്റ് സെക്ഷനിൽ അതിൻ്റെ ആൻസർ എഴുതുക. യുവർ ഫ്രണ്ട് ഈസ് വെരി സിക്ക്. ഹീഡ് ബെറ്റർ ബ്ലാങ്ക്. ഇവിടെ എന്താണ് വേണ്ടത്?